ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം മോഡലിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത്, നിങ്ങളെ കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞത് ഈ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു കാൽഭാഗം അല്ലെങ്കിൽ ഒരു 30% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പഠിക്കേണ്ടത് സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഷെൽ പ്രിഫറൻസ് അല്ലെങ്കിൽ എനർജി ലെവലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്സ്റ്റന്റുകളെ എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രിഫറൻസിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അതായത് നമ്മൾ നിലവിൽ അറ്റോമിക് നമ്പർ 18 ആർഗൺ വരെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് എഴുതണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ആ കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഈ പാർട്ട് 2 വീഡിയോയിലൂടെ. അപ്പൊ നമുക്ക് നോക്കിയേ. സോ ഈ രീതിയിൽ ആണ് നമ്മൾ അവസാനം എഴുതി നിർത്തിയത്. ആർഗൺ അറ്റോമിക് നമ്പർ 18 1s2 2s2 2p6 3s2 3p6. ഇതുവരെയൊക്കെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എസിൽ 2 പിയിൽ 6 ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതി പോകുന്നു. യാതൊരു കുഴപ്പങ്ങളും ഇല്ല, നന്നായിട്ട് എഴുതി പോകാൻ പറ്റും. പക്ഷെ ഇത് കഴിയുമ്പോൾ ഈ 3pക്ക് ശേഷം അടുത്ത് ഏത് ഫില്ല് ചെയ്യും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾ 3DA എഴുതാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഇതിലെന്താ തെറ്റ്? അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് തെറ്റുക. അപ്പോൾ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എനർജി ലെവൽ പ്രിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. സബ്സ്റ്റൽ എനർജികളുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ ആരെ ആദ്യം അല്ലെങ്കിൽ ഏത് ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ഡയഗ്രവുമായി വന്നിരിക്കുന്നത്. നമ്മൾ കോമൺലി എക്സിസ്റ്റ് ചെയ്യുന്ന ഷെല്ലുകളെ ജസ്റ്റ് എഴുതി പോയിട്ടേ ഉള്ളൂ. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f. ഇനി എങ്ങനെ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വരയ്ക്കാൻ പോകുന്ന ആരോകൾ വളരെ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുക, വളരെ നോക്കി തന്നെ കാണുക. ഫസ്റ്റ് നോക്കുക, ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുന്നത് 1s തന്നെയാണ്. സംശയമൊന്നുമില്ല, 1s തന്നെയാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നത്. രണ്ടാമത് ഫില്ല് ചെയ്യുന്ന ആര്യം തന്നെയാണ് 2s ആണ്. കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ 1s ഫില്ല് ചെയ്യുന്നു, രണ്ടാമത് സെക്കൻഡറി ആയിട്ട് 2s ഫില്ല് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫില്ല് ചെയ്യേണ്ടത് 2p ആണ്. 2p കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആരെ ഫില്ല് ചെയ്യും? 3s ഫില്ല് ചെയ്യും. 1s2 2s2 2p6 3s2. ഈ 3s കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫില്ല് ചെയ്യേണ്ടത് ഇത്തരത്തിൽ 3p ആണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ വ്യത്യാസം ഉണ്ടാകുന്നത്. അതായത് 3s കഴിഞ്ഞാൽ അടുത്ത ഫില്ല് ചെയ്യേണ്ടത് ആരെയാണ്? 3pa ആണ്. 3p കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 3p കഴിയുമ്പോൾ അടുത്ത് നമ്മൾ 3d അല്ലേ ഫില്ല് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും. പക്ഷേ ഫില്ല് ചെയ്യേണ്ടത് 3d അല്ല, മറിച്ച് ആരെയാണ്? 3p കഴിഞ്ഞ് 4s കൂടി ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവൂ, 3dയിലേക്ക് വരാവൂ. ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ 3p കഴിഞ്ഞതിന് ശേഷം 4s കൂടി ഫില്ല് ചെയ്തിട്ടേ ഇങ്ങോട്ടേക്ക് വരാവൂ, 3dയിലേക്ക് വരാവൂ. ദെൻ 3d കഴിഞ്ഞ് ബാക്കി 4p ഈ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രിഫറൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നിങ്ങൾ മെയിൻലി നോക്കാനുള്ളത് ഈ ഓർഡർ ആണ്. അതായത് 1s എന്ന് പറയുന്ന ഷെല്ലിനെക്കാട്ടി, അതായത് എനർജി കൂടിയ ക്രമത്തിൽ മാത്രമേ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എനർജി കൂടി വരുന്ന സബ്സ്റ്റൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് 1s, അത് കഴിഞ്ഞാൽ 2s, അത് കഴിഞ്ഞാൽ 2p, അത് കഴിഞ്ഞാൽ 3s, അത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടേ ആരെ ഫില്ല് ചെയ്യാവൂ? 3dയെ ഫില്ല് ചെയ്യാവൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അതേപോലെ എഴുതാൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുകയും വേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ നോക്കണം, ഈ പറയുന്ന രീതിയിൽ 3p ഫില്ല് ചെയ്തതിന് ശേഷം 4s, അതിനും ശേഷം മാത്രമേ ആരെ ഫില്ല് ചെയ്യാൻ പറ്റൂ? 3d ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രിഫറൻസ് പ്രകാരമാണ് നിങ്ങൾ അറ്റോമിക് നമ്പർ 18 ആർഗണ് ശേഷമുള്ള ഓരോ ആറ്റങ്ങളുടെയും കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് നമുക്ക് കാൽഷ്യം, അറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ള കാൽഷ്യം എന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കാൽഷ്യം ട്രൈ ചെയ്ത് നോക്കാം. നോക്കി, അറ്റോമിക് നമ്പർ 20 ആണ് നമ്മുടെ കാൽഷ്യം എന്ന് പറയുന്ന ആൾ. ഈ കാൽഷ്യം എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത നമുക്കറിയാം, 20 ആയതുകൊണ്ട് തന്നെ ഈ തരത്തിൽ 1s2 2s2 2p6 3s2 3p6 ഇതുവരെ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. കാരണം തൊട്ട് മുകളിൽ കിടക്കുന്ന ആർഗണിനും കാൽഷ്യത്തിനും ഇതുവരെ കോമൺ ആയിട്ട് നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ അടുത്ത ഇപ്പൊ തന്നെ എത്രയായി? 2 2 2 4 6 4 10 10 8 18 ആയി. 20 18 പോയിട്ട് 2 ഇലക്ട്രോണുകളെ മിച്ചമുള്ളൂ. ആ 2 ഇലക്ട്രോണുകൾ തീർച്ചയായിട്ടും ഫില്ല് ചെയ്യപ്പെടുക. നമ്മൾ വിചാരിക്കും 3dയിലാണെന്ന്, എന്നാൽ 3dയിലല്ല. പ്രിഫറൻസ് പ്രകാരം നമ്മൾ അടുത്ത ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? 4s കഴിഞ്ഞിട്ട് 4sൽ 2 ഇലക്ട്രോണിനെയും കൊടുത്തതിന് ശേഷം മാത്രമേ 3d ഫില്ല് ചെയ്യാവൂ. സോ അടുത്ത വരുന്ന 2 ഇലക്ട്രോണുകൾ 4s2 ആയിട്ട് എന്ത് ചെയ്യും? അങ്ങ്
ഫില്ല് ചെയ്യപ്പെടും. ഇതാണ് ഇതിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ കാൽഷ്യം അറ്റോമിക് നമ്പർ 20 അടുത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇനി 20 വരെയായി. ഈ 21 ആവുമ്പോഴോ 21 ആവുമ്പോൾ ഇതേ കേസ് തന്നെയാണ്. 21 ആവുന്ന സമയത്ത് ഈ പറയും പോലെ 3 ഈ പറയുന്ന 4s2 വരെ ഫില്ല് ചെയ്ത് കഴിയും. ദെൻ അടുത്ത ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് 4s2 ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം 4s2 ശേഷം 3d പോവുക. അപ്പോൾ 21 ആവുമ്പോൾ അവിടെ 4s2 3d1, 22 ആകുമ്പോഴത്തേനും 4s2 3d2, ആ രീതിയിൽ ഡിയിലേക്കാണ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വരിക. ഒന്നുകൂടെ പറയുകയാണ്, ഷെൽ പ്രിഫറൻസ് പ്രകാരം ഈ പറയുന്ന രീതിയിൽ 1s, 2s, 2p, 3s, 3p, ഈ 3p കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 4s ഫില്ല് ചെയ്യാവൂ. 3p 6 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3p6 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 4s ഫില്ല് ചെയ്യാവൂ. 4s ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് പോകാവൂ, 3dയിലേക്ക് പോകാം. അപ്പോൾ 4s 2 ഇലക്ട്രോണെ ഫില്ല് ചെയ്യപ്പെടുന്നുള്ളൂ. ആ 2 ഫില്ല് ചെയ്തതിനു ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് പോകുക, നിങ്ങൾ 3dയിലേക്ക് പോകുക. 3dയിൽ നിങ്ങൾക്ക് എത്ര 10 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ടോട്ടൽ നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത് 1 മുതൽ 30 വരെയുള്ള ഇലക്ട്രോണുകളുടെ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ ഫില്ലിംഗ് ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 30 വരെയുള്ള എലമെന്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ എഴുതി പഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അടുത്തതായിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലോട്ട് കയറി ഒരു 1s2 2s2 എന്നുള്ള ഒരു വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ടേമുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. എങ്ങനെ ഇത്തരത്തിൽ ലെങ്തി ആയിട്ടുള്ള ടേമുകളെ ഒഴിവാക്കിക്കൊണ്ട് ഷോർട്ട് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ എഴുതാം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഭാഗം പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ആയിട്ട് ഈ പറയുന്ന സബ്ഷൽ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ചോദ്യം, എങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാം. അപ്പൊ ഇത് എങ്ങനെ ഷോർട്ടായി എഴുതാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് അറ്റോമിക് നമ്പർ 10 വരുന്ന നിയോണും, രണ്ടാമതായിട്ട് അറ്റോമിക് നമ്പർ 18 വരുന്ന ആർഗണും നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നോക്കി, നിയോൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 മൊത്തം 6 2 8 2 10 കറക്റ്റ് 10 നമ്പർ ആയിട്ടുണ്ട്. പക്കയാണ്. ഈ പറയുന്ന നിയോണിന് ശേഷം വരുന്ന അടുത്ത ഒരു എലമെന്റ് ആണ് ആര്, സോഡിയം എന്ന് പറയുന്ന എലമെന്റ്. ഈ സോഡിയം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 11 ആണ്. വിച്ച് മീൻസ് ഈ രീതിയിൽ 1s2 2s2 2p6 എന്ന് പറയുന്ന നിയോണിന്റെ ടേമുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നുണ്ട്. 1s2 2s2 2p6 എന്ന് പറയുന്ന നിയോണിന്റെ ടേമുകൾ ഇതിനകത്തും കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആ ടേം അല്ലാതെ അധികമായി വരുന്ന ഒറ്റ ടേമേ ഉള്ളൂ. അതെന്താണ്, 3s1 മാത്രമാണ്. ഇവിടെ ഈ നിയോൺ ആയാലും ആർഗൺ ആയാലും ക്രിപ്റ്റോൺ ആയാലും സെനോൺ ആയാലും റെഡോൺ ആയാലും, ആർഗൺ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഇത്തരം എലമെന്റുകളെ നമ്മൾ 9 പഠിച്ചിട്ടുണ്ട്. ഇത്തരം എലമെന്റുകൾ നമ്മൾ നോബിൾ ഗ്യാസുകൾ എന്ന് വിളിക്കും. ഇത് പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് നമ്പർ 18 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഇവര് സ്റ്റേബിൾ ആണ്, ഒക്ടൻ റൂൾ ഒബേ ചെയ്ത സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ് ഇത്തരം ആൾക്കാർ. അപ്പോ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മാത്രം മതി. ഇവിടെ സോഡിയം എന്ന് പറയുന്ന ഒരു നോർമൽ ആറ്റത്തിന്റെ ഷോർട്ട് ആയിട്ടുള്ള സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള ഇനർട്ട് ഗ്യാസ് ആരാണെന്ന് നോക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സോഡിയത്തിന് തൊട്ട് മുൻപുള്ള ഇനർട്ട് ഗ്യാസ് ആണ് ആര്, നിയോൺ എന്ന് പറയുന്നത്. 10 നിയോൺ 10 സോഡിയം 11, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഈ സോഡിയത്തിന്റെയും നിയോണിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകളിൽ ഒരു ടേം ഒഴികെയുള്ള ഇത്രയും ടേമുകൾ എന്താണ്, ഐഡന്റിക്കൽ ആണ്, ഒരുപോലെ കിടക്കുന്നവയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പരത്തിൽ ഇത്തരത്തിൽ സോഡിയത്തെ ലഘുവായിട്ട് എഴുതാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2p6 വരെയുള്ള ടേം നിയോൺ കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നിയോൺ എന്ന് കാണിക്കുക. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ എന്ന് കാണിക്കുക. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ എന്ന് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ എഴുതുകയാണ്, ശരിക്കും ആക്ച്വലി ഇത്രയും ഇക്വലന്റ് ടേമുകൾ ഇവിടെ ഉണ്ട് എന്നാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ കാണിച്ചാൽ അതിന്റെ അർത്ഥം. ഈ നിയോണിന്റെ ടേമുകൾ ഒഴികെ ബാക്കി ഒരു ടേമും കൂടെ ഇതിനോട് അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ആ ടേം ഏതാണ്, 3s1 അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ എഴുതുക, ഒരു 3s1 കൂടെ ഒന്ന് ചേർത്തും കൊടുക്കുക. എന്തായി, സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ റെഡിയാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഐഡിയ കാണുമല്ലോ. ഇനി അടുത്ത വരുമ്പോഴത്തേക്കും എന്താ, അറ്റോമിക് നമ്പർ ഇപ്പൊ സോഡിയം 11 ആണ്. അടുത്ത തന്നെ ഈ പറയുന്ന 12ാം എലമെന്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇത് 3s2 ആയിട്ട് എന്ത് ചെയ്യും, മാറും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഈ 3s2 കഴിഞ്ഞ അടുത്ത് എന്തിലോട്ട് പോകും, 3p1 പോകും, 3p2 പോകും. നമുക്ക് ആ കാര്യം നമുക്ക് ക്ലാസ് ആക്ടിവിറ്റികൾ നമുക്ക് ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഒരെണ്ണം കൂടെ പറയുകയാണ്, ഈ പറയുന്ന നിയോൺ കഴിഞ്ഞ് വരുന്ന അടുത്ത ഇനർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആണ് ആർഗൺ, അറ്റോമിക് നമ്പർ 18 എന്ന് പറയുന്ന ആള്. നമുക്കറിയാം 1s2 2s2 2p6 3s2 3p6 10 8 18 ഇലക്ട്രോണുകളാണ് ആർഗൺ ഉള്ളത്. അപ്പൊ ആർഗൺ കഴിഞ്ഞ് തൊട്ട് അടുത്തതായിട്ട് വരുന്ന
തൊട്ടടുത്ത് കിടക്കുന്ന അടുത്തൊരു ആറ്റമാണ് പൊട്ടാസ്യം, അറ്റോമിക് നമ്പർ 19 എന്ന് പറയുന്നത്. ശരിക്കും ഈ ആർഗണും ഈ പൊട്ടാസ്യവും തമ്മിൽ ഒരു 4s1 അന്തരം മാത്രമല്ലേ ഉള്ളൂ. ഈ 4s1 ഒഴികെയുള്ള ബാക്കി എല്ലാ ടേമുകളും കോമൺ അല്ലേ. അതുപോലെ തന്നെ ഈ പറയുന്ന സോഡിയത്തിന് തൊട്ട് മുൻപുള്ള ഇനർട്ട് ഗ്യാസും കൂടിയാണ് ആര്, ആർഗൺ. അപ്പോ നിങ്ങൾ ആർഗണിന്റെ ഇലക്ട്രോണിക് ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ എന്ന് കാണിക്കുക. അതിനുശേഷം അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു എന്നാണ് ഇതിനർത്ഥം. ഇനി ആരും കൂടെ വരുന്നുള്ളൂ, ഒരു 4s1 ടേം കൂടെ വരുന്നുള്ളൂ, അതും കൂടെ എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. എന്തായി, നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ആയിട്ട് സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ടേമിന് പകരം ഇത്രയും എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ജസ്റ്റ് ഇക്വലന്റ് ടു ദിസ് ലാർജ് ടേം. രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വായിക്കുക. ഇപ്പോ ആദ്യം ചെയ്യേണ്ട പരിപാടി, നമുക്ക് ഏത് ആറ്റത്തിന്റെയാണോ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതേണ്ടത് അതിന് തൊട്ട് മുമ്പുള്ള ഇനർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ നോക്കി വെച്ചിട്ട് അത് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കുക. ഈ ഇനർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ നിന്നും എത്ര ടേമുകളാണോ അധികമായി വരുന്നത് അത് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മുടെ ഇനർട്ട് ഗ്യാസ് കാണിച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നൊട്ടേറ്റ് ചെയ്താൽ മതി. ഈ രീതിയിലാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിലോട്ട് പോവുകയാണ്. ഈ പ്രിഫറൻസ് നമ്മൾ എഴുതി വരുന്ന സമയത്ത് ഇത്രയും മൊത്തം ഓർക്കണം, 3p കഴിഞ്ഞിട്ട് അടുത്ത 4s ഫില്ല് ചെയ്യുക, അതിനുശേഷം മാത്രം 3d പോവുക. ഇതാണ് നമ്മൾ എനർജി പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 3 എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഒന്ന് സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21, then cobalt 27, then zinc 30. നിങ്ങൾക്ക് ഒന്നാമത്തെ മാത്രമേ പറഞ്ഞു തരേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞുള്ളൂ, ബാക്കി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ 1s2, 2s2, 2p6, 3s2, 3p6 വരെ എത്തിയപ്പോൾ അറ്റോമിക് നമ്പർ എത്ര വരെ കവർ ചെയ്തു, 6 4 10 18 വരെയായി. ഈ 18 21 18 പോയിട്ട് ബാക്കി എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ, 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 3 ഉണ്ടെങ്കിൽ ഈ 3p കഴിഞ്ഞാൽ അടുത്ത് എങ്ങോട്ടേക്ക് പോകാവൂ, 4s പോകാവൂ. അങ്ങനെ 4s പോകുമ്പോൾ 4s മാക്സിമം 2 ഇലക്ട്രോൺ ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ട്, 2 ഈ 4s ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, ആ 2 ഇലക്ട്രോൺ നമ്മൾ 4s2 കൊടുക്കുന്നു. 2 കൂടെ പോകുമ്പോൾ 3 ബാക്കി 1, ആ 1 ഇവിടെ ഫില്ല് ചെയ്യും, 3d ഫില്ല് ചെയ്യും. 3p6 വരെ പഴയ പോലെ തന്നെ 3p കഴിഞ്ഞ് 4s 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമേ ആരുടെ പോകത്തുള്ളൂ, 3d 1 പോകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത് നോക്കി കോബാൾട്ട് 27. ഈ പറഞ്ഞ പോലെ തന്നെ 1s2, 2s2, 2p6, 3s2, 3p6 വരെ കുഴപ്പമില്ല. 3p കഴിഞ്ഞാൽ അടുത്ത ആരെ ഫില്ല്, 3p ഒരാകുമ്പോൾ തന്നെ ഈ പറയുന്ന 27 18 ഫില്ലായി. ദെൻ ബാക്കിയുള്ള ഇലക്ട്രോണുകളിൽ അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോയി, 4s2 പോയി. അപ്പൊ 4s2 എത്തിയപ്പോൾ തന്നെ എത്ര ഇലക്ട്രോണായി, മൊത്തത്തിൽ 6, ഇത്രയും 10 20, മിച്ചം 7 ഇലക്ട്രോണേ ഉള്ളൂ. ആ 7 ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് പോകും, 3d എന്ത് ചെയ്യുന്നു, 3d7 എന്നുള്ള പേരിൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് zinc 30 നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ഇവിടം വരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടം വരെ ആകുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ മൊത്തം അറ്റോമിക് നമ്പർ ആയ 20 വരെ നമ്മൾ ഫില്ലാക്കി കഴിഞ്ഞു. മിച്ചം 10 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 10 ഇലക്ട്രോൺസിന് ക്യാരി ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, 3d ഷെല്ലിനുണ്ട്. സോ 3d 10 ആയിട്ട് അതും എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യും. ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന അറ്റോമിക് നമ്പർ 18 ശേഷമുള്ള ആറ്റംസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള സംശയവും ഭാഗങ്ങളും നമുക്ക് ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർക്കണം. ഷെൽ പ്രിഫറൻസ് ആണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത്. ഇത്രയും മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. 3p കഴിഞ്ഞ് 4s കൂടി ഫില്ല് ചെയ്തിട്ട് 3d പോകാവൂ. നമ്മൾ നേരത്തെ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിലാണ് നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എക്സാമ്പിൾസ് മനസ്സിലായി വിശ്വസിക്കുന്നു. സോ താങ്ക് യു.